ഹായ് ഹലോ. നിങ്ങളെല്ലാവരും ഈ ചെടി കണ്ടിട്ടുണ്ടാവും അല്ലേ? പല കളറിൽ പല നിറത്തിലും പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതൊരു അമേരിക്കക്കാരനാണെന്നറിയാവോ? ഇത് അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശത്ത് തിങ്ങി നിറഞ്ഞിരുന്ന ഈ ചെടിയെ ഡച്ചുകാർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അവരുടെ വീടുകളിലും മറ്റും ഇത് നട്ടുപിടിപ്പിച്ച് അലങ്കാര ചെടിയായി വളർത്തുകയും അവർ പല സ്ഥലങ്ങളിലേക്ക് ഇതിനെ കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ച് അങ്ങനെ പല പ്രദേശങ്ങളിലും രാജ്യങ്ങളിലൊക്കെ ഇത് ധാരാളമായി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ ചെടി നമ്മുടെ കൃഷിഭൂമിയിലും മറ്റും ഇത് കടന്നുകൂടിയാൽ നമ്മുടെ കന്നുകാലികൾക്ക് വിഷബാധത ഏൽക്കുകയും കൃഷിഭൂമിയുടെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കാനും ഇത് കാരണമാകുന്നു. ഇത് അലങ്കാരത്തിന് വേണ്ടി മാത്രമല്ല, മരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുമിൾ രോഗം, കീടനാശകം, പിന്നെ രോഗാണുനാശക ആയ ഗുണങ്ങൾ ഈ അരിപ്പൂച്ചെടിക്കുള്ളതായി ഇന്ത്യയിൽ നടന്ന പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, പാരമ്പര്യ ചികിത്സയിൽ ക്യാൻസർ, ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, പേവിഷബാധ, ചിക്കൻ പോക്സ്, മീസിൽസ്, ആസ്മ, അൾസർ എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിക്കുന്നതായി പറയുന്നു. ഈ ചെടിക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കാൻ കഴിവുള്ളതുകൊണ്ട് ഇത് ഫ്ലോറിഡയിലെ ബട്ടർഫ്ലൈ ഗാർഡനിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടുമുറ്റത്തിലെ ഗാർഡനിലും വെച്ച് പിടിപ്പിച്ചാൽ അവിടെയും ഈ ബട്ടർഫ്ലൈയൊക്കെ ആകർഷിക്കുമായിരിക്കും. ഈ ചെടിയെ കിങ്ങിണി, കിണികിണി, കൊങ്കിണി, വേലിപ്പരുത്തി, അരിപ്പൂച്ചെടി, വാസന്തി, സുഗന്ധി, ലാത്തിങ്ങ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. അത് മാത്രമല്ല, പല പ്രാദേശത്തും വേറെ ചില പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിക്ക് എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.